NDA കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റ്യാടി MLAക്കെതിരെ കുറ്റവിചാരണയും MLA ഓഫീസ് മാർച്ചും നടത്തി. മാർച്ച് BJP സംസ്ഥാന സമിതി അംഗം വി രാജൻ ഉദ്ഘാടനം ചെയ്തു. കുറ്റ്യാടിയിലെ നാളികേര കർഷകരുടെ സ്വപ്ന പദ്ധതിയായിരുന്ന നാളികേര പാർക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞ 15 വർഷം കുറ്റ്യാടി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MLAമാരായ KK ലതിക, പാറക്കൽ അബ്ദുള്ള, KP കുഞ്ഞമ്മദ്കുട്ടി എന്നിവർക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല, കേരളത്തിന്റെ വൈവിധ്യങ്ങളായ ഉൽപ്പന്നങ്ങൾ ഇതര സംസ്ഥാനങ്ങളിൽ ഉത്പാദിപ്പിക്കുകയും നാളികേരത്തിന്റെ ഈറ്റില്ലമായ കുറ്റ്യാടിയിലെ കർഷകരെ വഞ്ചിക്കുകയാണ് നാളിതുവരെ കുറ്റ്യാടിയിലെ MLAമാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP സംസ്ഥാന സമിതി അംഗം വി രാജൻ പറഞ്ഞു. കുറ്റ്യാടി മണ്ഡലത്തിലെ നിരവധി പോരായ്മകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കുറ്റവിചാരണയും മാർച്ചും നടത്തിയത്. MLAയോട് ഞങ്ങൾ ചോദിക്കുന്നത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങ് വാഗ്ദാനം നൽകിയിട്ടുള്ള നാളികേര പാർക്കിന്റെ സ്ഥിതി എന്താണ്? അതിനെക്കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? കുറ്റ്യാടിയിലെ നാളികേര കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി താങ്കൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വിചിന്തനം ആവശ്യമല്ലേ? നാളികേരം എന്ന് പറയുന്നത് തെങ്ങ് കൃഷി, അതിലൊന്നും ഒഴിവാക്കാനില്ല സത്യത്തിൽ. പക്ഷെ കേരളം ഇതുവരെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. കാരണം ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനം കേരളം എന്നാ പേര് തന്നെ. അതിൻ്റെ പേര് അങ്ങനെ കിട്ടിയത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. കേരം തിങ്ങുന്ന നാടായതുകൊണ്ടാണ് കേരളമായത്. പക്ഷെ ആ കേരം തിങ്ങുന്ന കേരള നാട്ടില് ഈ കേര കർഷകരെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വ്യവസായം തുടങ്ങിയിട്ടുണ്ടോ ഇവിടെ? ഞാൻ ചോദിക്കട്ടെ, എന്തൊക്കെ ഉണ്ട് ചെയ്യാൻ? പണ്ടൊക്കെ ഇവിടെ ആകെ ഒരു വ്യവസായമേ ഉള്ളൂ, തേങ്ങ വെട്ടി ഉണക്കുക, കൊപ്പരയാക്കുക. മുമ്പാണെങ്കിൽ കോഴിക്കോട് വലിയങ്ങാടി കൊണ്ടുപോയി വിൽക്കുക, അല്ലെങ്കിൽ വടകര കൊണ്ടുപോയി വിൽക്കുക. ഇത് തന്നെയാണ് ആകെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം, വെളിച്ചെണ്ണ മാത്രമാണ് ഏത് ഈ സാധനത്തിൽ. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി, ഇപ്പോൾ ഇവിടുന്ന് തേങ്ങ പൊളിച്ച് വെള്ളത്തോട് കൂടി തൂക്കിയിട്ട് നേരെ കൊണ്ടുപോവുകയാണ്. കർണാടകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതുകൊണ്ട് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അത് തിരിച്ചവിടുന്ന് വീണ്ടും കേരളത്തിലേക്ക് വരികയാണ്. നിങ്ങൾ ആലോചിക്കണം. പരിപാടിയിൽ MP രാജൻ അധ്യക്ഷത വഹിച്ചു. PP മുരളി, രാംദാസ് മണ്ഡലേരി, TK പ്രഭാകരൻ, പ്രവേശ് പുന്നക്കാരി, ഷിജു K, ഷാജു VP, വിജിത്ത് വിളമ്പിലാട്, TK രാജൻ, OP ദിലീപൻ എന്നിവർ സംസാരിച്ചു. വോളിബോൾ അക്കാദമി അത് ഏകദേശം 14 വർഷം പിന്നിട്ടിട്ടും ഇന്നും അവിടെ വരുന്ന വിദ്യാർത്ഥികൾക്കും മറ്റ് അധ്യാപകന്മാരും സൗകര്യമില്ലാത്ത പഞ്ചായത്ത് കെട്ടിടത്തിൻ്റെ ഒരു കുട്ടൂസ് മുറിയിൽ കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ പഞ്ചായത്തിൽ ഏക്കർ കണക്കിന് ഭൂമി നമുക്ക് ലഭിച്ചിട്ടും വേണ്ട രീതിയിൽ അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കാനോ കളിസ്ഥലം ഉണ്ടാക്കാനോ നമ്മുടെ MLAക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയൊരു പരിതാപകരമായ അവസ്ഥയാണ്. നമ്മുടെ നിയോജക മണ്ഡലത്തിൽ KSRTC ബസ് വളരെ ചുരുങ്ങിയ ബസ്സുകൾ മാത്രമേ നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ. ഈ കുഞ്ഞമ്മദ്കുട്ടി മാസ്റ്റർ MLA ആയതിനു ശേഷം നമ്മുടെ നിയോജക മണ്ഡലത്തിൽ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ട യാതൊരു പരിഗണനയും നൽകിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നാളികേര കർഷകന്മാർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന നാളികേര പാർക്കിൻ്റെ ഉദ്ഘാടനം, അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം മാത്രമാണ് കഴിഞ്ഞത്. അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നീക്കിയാൽ ഈ നാട്ടിലുള്ള കർഷകന്മാർക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാകും. അതിന് മുഖം തിരിഞ്ഞു നിൽക്കുന്ന MLAയുടെ ഈ സ്ഥിതി, കുറ്റ്യാടി താലൂക്ക് ആസ്പത്രി എന്നൊരു ജില്ലാ ആസ്പത്രി എന്നൊരു ബോർഡ് മാത്രമേ അവിടെയുള്ളൂ. അവിടെ ആവശ്യത്തിന് ഗൈനോക്കോളജിസ്റ്റ് ഇല്ല, അതുപോലെ തന്നെ പീഡിയാട്രിക്സ് ഇല്ല, അതുപോലെ തന്നെ ജീവനക്കാർ, നഴ്സുമാരുടെ കുറവ് വളരെയധികമുണ്ട്, മറ്റ് ജീവനക്കാരും വളരെ കുറവാണ്. ഈ പ്രൈവറ്റ് ആസ്പത്രികളെ സംരക്ഷിക്കാൻ വേണ്ടി MLA അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലുള്ള ഈ ആസ്പത്രിയെ തകർക്കുവാൻ വേണ്ടിയുള്ള ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്. ചെണ്ടത്തൂര് നെൽകൃഷി കർഷകരെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടനവധി പ്രാവശ്യം LDFും UDFും ഇവിടെ പ്രകടന പത്രികയിൽ അടിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നും അവർക്ക് ആ കാര്യങ്ങളിൽ ഇന്നും പഴയ അവസ്ഥയിൽ തന്നെയാണ് തുടരുന്നത്. അട്ടക്കുണ്ടുകടവ് മണിയൂർ റോഡിൻ്റെ പണി പൂർത്തിയാക്കുമെന്ന് 10 വർഷം മുമ്പ് പറഞ്ഞതാണ്, ഇന്നും പഴയ നിലയിൽ തന്നെ തുടരുകയാണ്. അതുപോലെ തന്നെ കന്നിനട മാഹി കനാൽ പണി തുടങ്ങിയിട്ട് ഏകദേശം 40 വർഷം പിന്നിട്ടു. ഇതിൻ്റെ ജലഗതാഗതം പൂർത്തീകരിക്കാനോ അതിൻ്റെ മറ്റു കാര്യങ്ങൾ നയിക്കുവാനോ ഇന്ന് നമ്മുടെ MLA ആ ഭാഗത്ത് തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. മണ്ഡലത്തിലെ ആവശ്യമായ ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുവാനുള്ള സംരംഭ പ്രവർത്തനങ്ങൾക്ക് MLA മേൽനോട്ടം വഹിച്ചില്ല.
പഞ്ചായത്തുകളിൽ നിന്നും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും നൽകേണ്ട ഫണ്ടുകൾ ജൽമിഷൻ ഫണ്ടിലേക്ക് മാറ്റാത്തതുകൊണ്ട് അവർ പണിയിട്ടേച്ച് പോയിരിക്കുകയാണ്. മാർച്ചിന് രാധാപുറമേരി, അരീക്കൽ രാജൻ, എടക്കുടി മനോജ്, സുജിത് പി, ഗോപാലൻ എന്നിവർ നേതൃത്വം നൽകി.